തേജസ്, നമ്മുടെ ടോപ്പ് സിംഗർ വേദിയില് ഇനി വരാൻ പോകുന്ന ആള് നമ്മുടെ ശിവഗാമി കുട്ടിയാണ് പാടാൻ എത്തുന്നത്. ശിവഗാമി കുട്ടീനെ നമ്മൾ ഓഡീഷന്റെ സമയത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ശിവഗാമി കുട്ടി അന്ന് വന്നപ്പോ തന്നെ, ഓഡീഷന് വന്ന സമയത്ത് തന്നെ ന്യൂമോണിയ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് ഡയറക്റ്റ് ആണ് പാടാൻ വന്നത്. എന്നിട്ട് പാടി തീരെ വയ്യാതെ പാടി അങ്ങനെ സെലക്ട് ആയതിനു ശേഷം ആള് പിന്നെയും ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി മാറി തകർക്കാനായിട്ട് ഇവിടെ ഒരു സൂപ്പർ സോങ് പാടാനായിട്ട് എത്താണ്. ശിവഗാമി കുട്ടിയുടെ ആദ്യത്തെ പാട്ടാണ് അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 6 വേദിയില്. ഓക്കെ, നമുക്ക് വിളിക്കാം. തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം ശിവഗാമി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ശിവഗാമി. ഹലോ. ശരിയായോ? ഓക്കെ ആയി. ആന്ന് പറഞ്ഞ ചുമ വരുമോ നോക്കട്ടെ. അപ്പൊ ഓക്കെ, എല്ലാം ക്ലിയർ ആയി. ആ വഴി അങ്ങ് ക്ലിയർ ആയിട്ടുണ്ട്. അതെ. ഞാൻ പലപ്പോഴും പറയില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് പല പാഠങ്ങളും പറഞ്ഞു തരുന്നു. ഇപ്പൊ നോക്കിയേ, എല്ലാം തരണം ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ശിവഗാമി കുട്ടി, നമുക്ക് ടേക്ക് ഓഫ് ചെയ്തല്ലോ പാട്ടിലോട്ട്. ഒരു ഉഷാറില് പറ. യെസ് എന്ന് പറ. ഉഷാറല്ലേ? ഓക്കെ, ഏതാണ് പാട്ട്? ഇനിയൊന്ന് പാടൂ ഹൃദയമേ. ആഹാ, അത് ദാസർവാടി പാട്ടല്ലേ? യെസ്. ഓക്കെ, ആശുപത്രിയിൽ പോയപ്പോ അവിടെ ആയിരുന്നപ്പോ പാട്ടൊക്കെ കേൾക്കാനും പഠിക്കാനൊക്കെ പറ്റിയോ? ചെറുതായിട്ടൊന്ന് കേൾക്കാനൊക്കെ പറ്റി. ആണോ? ഡീറ്റെയിൽസ് പാട്ടിന്റെ? സിനിമ ഗോളാന്തര വാർത്ത, സംഗീതം ജോൺസൺ മാഷ്, പാടിയത് യേശുദാസ്, വർഷം 1993, വരികൾ ONV കുറുപ്പ്. വെരി ഗുഡ്. സെറ്റ്. പേടിച്ചത് ഭയങ്കര പേടി. പേടിക്കണ്ട കേട്ടോ. ഓക്കെ, പാടാന്നാ കേക്കാം. കേക്കാം. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. God bless ശിവഗാമി, you. all the best. താങ്ക് യു.
സൂപ്പർ സൂപ്പർ, വെരി നൈസ് വെരി നൈസ്. ഫസ്റ്റ് സോങ് അല്ലേ, ആദ്യത്തെ പാട്ട് ഇത്ര മനോഹരമായിട്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു. 9 വയസ്സാണല്ലേ, 9 years. ആ പക്ഷെ 9 വയസ്സിന്റെ ഡിറ്റർമിനേഷൻ അല്ല അല്ല. ഇപ്പൊ സ്റ്റേജിൽ വന്ന് കാണിച്ചത് അല്ലേ ശിവകാമി കുട്ടി? നല്ല മെച്ചുവേർഡ് സിംഗിങ്. വളരെ മെച്ചുവേർഡ്, നല്ല പിച്ച് സെൻസ്. അതെ, പിച്ച് സെൻസ് ഭയങ്കര അടിപൊളിയാണ്. അത് മാത്രല്ല വയ്യാതിരുന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള അതെ, Comeback. പെർഫോമൻസ്. അതെ, വെരി ഗുഡ്. പിന്നെ മാത്രല്ല സ്ട്രെയിൻ ഇല്ല, Strain ഇല്ല. മുഖത്തൊരു സ്ട്രെയിനും കാണിക്കുന്നില്ല പാടുന്നതില്. ഈസി സിംഗിങ് അല്ലേ? അതെ, correct. അതെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. മാർക്ക് വേണ്ടേ? മാർക്കിന് മുമ്പേ നമുക്ക് ക്യാമറ ഒന്ന് തിരിക്കണം അതെ ആക്ഷനിലേക്ക്. അതെ അച്ഛൻ അതെ. അത് ഞാനും അച്ഛൻ്റെ കാര്യം പറയാൻ പോയത്. അച്ഛന്റെ പേരെന്താണ്? ജയകുമാർ. ജയകുമാർ. ആ. എന്ത് ചെയ്യണു? ഞാൻ ആശാരിപ്പണിയാണ് സാർ. ആണോ? ആ. ഓക്കെ. എവിടെ നാട്? എവിടെ? നാട് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ. ആ. ഓക്കെ. ചാവറോഡാണ് വൈഫിന്റെ സ്ഥലമാണ് ആറ്റിങ്ങൽ. ഓ. വൈഫ് അവിടെയാണ് പഠിക്കുന്നത്, അവിടെയാണ് സ്ഥലം. ഓ അത് ശരി. മോൾ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആണല്ലേ? ഓക്കെ, എന്റെ ഓക്കെ, സ്ഥലം ചാവറോഡ് ആശാരിമുക്ക് എന്ന് പറയും. ആശാരിമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടനായിരുന്നു ഏറ്റവും സന്തോഷം ആ. അതെ, കുഞ്ഞിവിടെ അതെ. പാടുന്നത് കാണുമ്പോ. അതെ, മുഖത്ത് പല വർണ്ണങ്ങൾ വിരിയുന്നുണ്ടായിരുന്നു, വിരിയുന്നുണ്ട്. മിന്നി മാഞ്ഞു. ഓഡീഷൻ ഇവിടെ വന്നിട്ട് നമ്മള് ഇവിടെ മോള് സെലക്ട് ആയിട്ട് തിരിച്ചു പോയായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പോയപ്പോ മോക്ക് പിന്നെ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ പപ്പ ഞാൻ ഇങ്ങനെ ജയിച്ചല്ലോ, ഇനി എനിക്ക് ഒരു ചിക്കൻ മേടിച്ചു തരണേന്ന് പറഞ്ഞ് അങ്ങനെ പോയ വഴിക്ക് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് 8 മണിയായി. ഉം. അപ്പൊ മോളെ ആഗ്രഹം കൊണ്ട് ഒരു ചിക്കൻ മേടിച്ചു കൊടുത്തു. പക്ഷെ അന്ന് രാത്രി തൊട്ട് മോക്ക് വീണ്ടും ഈ ചുമ ഓ അത് ശരി. കൂടി. അങ്ങനെ SAT-ലാണ് മോളിപ്പോ ട്രീറ്റ്മെന്റിൽ നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ പീഡിയാട്രീഷ്യന്റെ ഹെഡാണ് ഹരിപ്രസാദ് ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറിന്റെ കൺസൾട്ടിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ രണ്ടാമത് ചെന്നപ്പം അവിടെ പ്രിയ ഡോക്ടറാണ് ഇപ്പൊ മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ അവിടെ ചെന്നപ്പോഴും ചോദിച്ചു എന്താണ് ഇപ്പൊ കഴിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചിക്കൻ മേടിച്ചു കൊടുത്തു ഡോക്ടറെ, അപ്പൊ അതൊന്നും കൊടുക്കരുത് മോക്കപ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള ഒന്നും കൊടുക്കല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ചിക്കനും ബിരിയാണിയും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഡോക്ടറാണ് പറഞ്ഞ കുഴപ്പമില്ല, ഇനി നന്നായിട്ട് പാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ ചുമ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഒരു പ്രായം വരെ മോക്ക് അത് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ചിലപ്പോ അത് മാറും. നമുക്ക് അലർജി ടെൻഡൻസി ചിലപ്പോൾ ചില ആഹാരങ്ങളോടുണ്ടാവും, ചിലപ്പോൾ ചില ഓയിലിനോടുണ്ടാവും, നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. അതെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ആഹാരം കഴിക്കുക. അപ്പൊ ഈ ചിക്കനൊക്കെ കഴിഞ്ഞ 14 വർഷം മുമ്പേ ഞാൻ ഒഴിവാക്കി. എന്തെന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ പിന്നെ ഇൻഫെക്ഷന്റെ അയ്യൊരു കളിയായിരിക്കും ഫുൾ ടൈം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് അലർജി വരുന്ന സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ ട്രയൽ ആൻഡ് എറർന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ കുഞ്ഞ് സൂപ്പറായിട്ട് പാടും. ഒരു വലിയ പാട്ടുകാരിയാക്കണമെന്നാണ് എന്റെ മോഹം. സംശയം എന്താണ്? ആയി കഴിഞ്ഞു. ഓക്കെ. ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വായോ. അമ്മയ്ക്കും ഒരു ഹായ് ഉണ്ട്. അതെ. അമ്മ എവിടെ പോയി? അമ്മക്ക് ദൂരെ അങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നാൽ ചിലപ്പോ തിരിച്ചു അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാന്ന് പറഞ്ഞു. വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാത്രിയായിരിക്കും ചിലപ്പോ തിരിച്ചു പോണത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥലങ്ങളൊന്നും അങ്ങനെ ദൂരെയൊന്നും പോയിട്ടില്ല. എന്തായാലും ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വരൂ. നമുക്ക് ഒന്നിച്ചു കൂട്ടാം. അതെ. പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് സിംഗർ അത്രയും ദൂരെ അല്ല, എല്ലാവരുടെയും കൂടെ. മാർക്ക് വേണ്ടേ? വേണ്ടേ? വേണോ? ഇവര് രണ്ടുപേരില് ആരാദ്യം മാർക്ക് പറയണം? മധുചേട്ടൻ. മധു uncle. മധുചേട്ടൻ. മാഡു uncle. പറ. ഓക്കെ. പറയൂ. അപ്പൊ ഇന്നത്തെ പാട്ടൊക്കെ വെച്ച് നോക്കുമ്പോ അല്ലറ ചില്ലറ ചില മൈന്യൂട്ട് പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് തോന്നിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്ന് ഞങ്ങൾക്ക് തരാൻ തോന്നുന്ന ഒരു മാർക്ക് 98.5 ആണ്. പക്ഷെ കഴിഞ്ഞില്ല, ഒരാളും കൂടെ മാർക്ക് ഇടാനുണ്ട്. ഞാനിവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ. ഇത്രയൊക്കെ തരണം ചെയ്ത് ഇൻഫെക്ഷൻ ഒക്കെ നേരിട്ട് അതിനൊക്കെ ടപടപടപടാന്ന് പറഞ്ഞ് വെടിവെച്ച് ദൂരെ കളഞ്ഞ പോടാ ഈ ആളല്ലേ പോടാ എന്ന് പറഞ്ഞു. ഇൻഫെക്ഷനാ പോടാ എന്ന് പറഞ്ഞ ഈ ശിവകാമിക്കുട്ടിക്ക് ഒരു 0.5 കൂടെ നമുക്ക് കൂട്ടാം. So that makes your total 99 out of 100. സന്തോഷമായോ? അച്ഛനാ കൂടുതൽ സന്തോഷം. ഹാപ്പി അല്ലേ അങ്കിൾ? ഹാപ്പിയാണ്. ശിവകാമിക്കുട്ടി ഹാപ്പി അല്ലേ? അപ്പൊ അടുത്ത റൗണ്ടിൽ കാണാം. നല്ലോണം അടുത്തതിന് 100 വാങ്ങിക്കും അല്ലേ നമ്മള്?
ഓ അതെ അതെ ഉറപ്പല്ലേ ശിവകാമിക്കുട്ടിക്ക് പറ്റും, ശിവകാമിക്കുട്ടിക്ക് അതെ. പറ്റും. യെസ്, ഇല്ല എം ജെ സർ? ഷുവർ അല്ലേ? ഉം. ആ ഹൃദയം എങ്ങനെയാണ്? ഹൃദയം ഹൃദയം. കറക്റ്റ്. അപ്പൊ എന്തായാലും 100 കിട്ടും. ഓക്കെ ചേട്ടാ, താങ്ക് യു. Thank you, thank you. താങ്ക് യു ചേട്ടാ, ബൈ.